ഹലോ. അങ്ങനെ ഇന്നാണ് കേട്ടോ നമ്മുടെ ആ ദിവസം വന്നിരിക്കണേ. ഇന്ന് നമ്മൾ നാട്ടിലോട്ട് പോവാ, ദുബായിനോട് വിട പറഞ്ഞിട്ട്. ഇൻഷാ അല്ലാഹ് നവീൻ ബാഗ് എടുത്ത് പോകുന്നുണ്ട്. അപ്പുറത്ത് മജീദ്ക്ക പിന്നെ ആഷിമിക്കൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ദുബായിൽ നിന്ന് വിട പറഞ്ഞ് ദുബായ് മതിയാക്കി, പ്രവാസം മതിയാക്കി പോവാ. ഇനി മനാഫ്ക കാർ എടുക്കാൻ പോയിട്ടുണ്ട്. മനാഫ്ക കാർ എടുക്കാൻ പോയിട്ടുണ്ട്. കാർ എടുത്തിട്ട് വന്ന് വിളിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് പെട്ടിയും കാര്യങ്ങളൊക്കെ അതിലാക്കിയിട്ട് ഒറ്റ പോക്കാം. വൈകുന്നേരം 5 മണിക്കാണ് ഫ്ലൈറ്റ്. മജീദൊക്കെ കണ്ടില്ല, നമുക്ക് വേണ്ടി മാത്രം ഇന്ന് ഡ്യൂട്ടി ഓഫ് എടുത്തിട്ട് നമ്മുടെ വരിക. പെട്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാ നവീൻ. അങ്ങനെ നമ്മൾ കാറിൽ കയറി. മനാഫ്ക കാർ എടുത്തിട്ട് വന്നു. നമ്മുടെ ഒരു പെട്ടി ബാക്കിൽ വെച്ചിട്ടുണ്ട്, മറ്റേ പെട്ടി ബാക്കിൽ പോയില്ല അല്ലേ. അപ്പം അത് ഇവിടെയും വെച്ചിട്ടുണ്ട്. നല്ല ആഷിമിക്കൊക്കെ സെറ്റപ്പായിട്ട് ചെയ്യും. ആഷിമിക്ക് ഗ്യാപ്പിൽ പറഞ്ഞു അളിയനെ വിളിച്ചാലോ എന്ന്. പക്ഷെ അളിയനെ വിളിക്കുകയാണെങ്കിൽ അളിയൻ്റെ സീറ്റാണത്. അപ്പം ഇൻഷാല്ലാ മജീദ് അപ്പോൾ മജീദ്ക്ക ഡ്രൈവിംഗ്, മനാഫ്ക ഒരു ഹായ് എടുത്തേ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ യാത്ര. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പോണ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് സമയമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആഷിമിക്ക ഭക്ഷണം കഴിച്ചിട്ട് പോവാം. നാട്ടിൽ വന്നിട്ട് അതെ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അതെ ഇല്ല. അപ്പൊ നമുക്ക് KFC സെന്ററിലോട്ട് നേരെ പോട്ടെ. ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച ജുമാസ്കാരം കഴിഞ്ഞിട്ട് ഇനി നേരെ പോകുന്നത് എയർപോർട്ടിലാണ് കേട്ടോ. അപ്പം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കൂട്ടത്തിലുള്ളവരാരും കാണുന്നില്ല, എല്ലാവരും വരുമായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിസ്കാരം കഴിഞ്ഞ് പിന്നെ നേരെ എയർപോർട്ടിലോട്ട്. ഇത് നമ്മുടെ ജിജോ, നമ്മളിവിടെ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. നമ്മളൊക്കെ ഒരുമിച്ച് ജോയിനിങ്, ഒരുമിച്ച് ഹാസ്റ്റലിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പോണതിനനുസരിച്ച് കാണാൻ വന്നതാ അല്ലേ. എല്ലാവരുടെ അന്വേഷണം പറയാം. അഞ്ച് മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ. വൈകുന്നേരം 5 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. ഇപ്പോൾ 1 മണിക്കൊക്കെ മെയിൽ വന്നു, 10 മണിക്കാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 5 മണിക്കൂർ ഡിലേ. പിന്നെ 10 മണി വരെ കാത്തിരിക്കുക. 7 മണിക്കൊക്കെ ബോർഡിംഗ് ബസ് സ്റ്റാർട്ടാവും. പക്ഷേ 10 മണിക്ക് ഫ്ലൈറ്റ്, 5 മണിക്കൂർ ഡിലേ ആണ്. അപ്പോൾ 10 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. 10 മണിക്ക് ഫ്ലൈറ്റ് ബോർഡിംഗ് ബസ്സൊക്കെ സ്റ്റാർട്ടായി. 7 മണിക്ക് തന്നെ സ്റ്റാർട്ടായി.
അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്. ലഗേജൊക്കെ കിട്ടും. ഇനി ഹാൻഡ് ബാഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ 2 ചങ്ങായിമാരെ കണ്ടിട്ടുണ്ട് കൊച്ചിയിലേക്കുള്ള, അവർ വരുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു 10 മണിക്കാണ്. ഇപ്പോൾ 8 മണിയായിട്ടുള്ളൂ. 9:10, 2 മണിക്കൂർ കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എടുക്കും. എന്നാൽ 5 മണിക്കൂർ ഡിലേ എയർ ഇന്ത്യ എക്സ്പ്രസ് വല്ലാത്ത ചതിയായി പോയി. അപ്പോൾ നമ്മളേ നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ഡ്യൂട്ടി ഫ്രീയിൽ നമ്മുടെ ചെക്കന് വേണോ, ചെക്കന് വേണോ, ചെക്കന് ശരിയാ, ചെക്കനൊരു ചെറിയൊരു ബിസിനസ് സംരംഭകനാണ്, വളർന്നു വരുന്ന ബിസിനസ് സംരംഭകൻ. അപ്പോൾ അതിന് ചെക്കിങ് ആട്ടാ. പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് ബോർഡിംഗ് പാസ് തരുമ്പോഴേ നമ്മുടെ അടുത്ത് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞോ ഒരു മക്ഡൊണാൾഡ്സിന് ഫുഡ്. അപ്പോൾ ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ എയർ ഇന്ത്യ. അതെ, ഫ്രീ ഫുഡ്. അപ്പോൾ 5 മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ചാണെന്ന് അറിയില്ല, ഫ്രീ ഫുഡാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. ഇല്ല അങ്ങോട്ടാ പോകുന്നത് ഫുഡ് വാങ്ങിക്കാൻ സംഭവം. അതെ, പിന്നെ അതെ അവിടെ പോയിട്ട് എന്താ സാധനം നോക്കാം അല്ലേ. അതെ, സെറ്റ്. എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്മൾ 5 മണിക്കൂർ ലേറ്റ് ആക്കി കാരണം നമുക്ക് ബോർഡിംഗ് പാസിൽ മക്ഡൊണാൾഡ്സിൽ അവിടുന്ന് ഫുഡ് ഉണ്ട്. അപ്പോൾ ബീഫ് വേണോ, ചിക്കൻ വേണോ, പെപ്സി വേണോ, അതേതാന്ന് നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ഫ്രീ ഫുഡാട്ടാ. പെപ്സി അല്ലെങ്കിൽ ബീഫിൻ്റെ ബർഗർ, ചിക്കൻ്റെ ബർഗർ. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ആദ്യത്തെ അനുഭവം കേട്ടോ, ഇങ്ങനെ ഇവർ സെറ്റാക്കിയത്. അപ്പോൾ എന്തായാലും ഇവിടെ കൊടുത്തു നോക്കാം എന്താ ഫുഡ്, എങ്ങനെ കാര്യങ്ങൾ നോക്കാം. വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് 5 മണിക്കൂർ ഡിലേ ആയപ്പോൾ ഞാൻ 5 മണിക്കൂർ ഡിലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഫുഡ് നമുക്ക് അതിനെ പകരമായിട്ട് വന്നപ്പോഴേ നമുക്ക് ആ ഒരു സങ്കടം മാറിയിട്ടാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ വേണമെങ്കിൽ ഫസ്റ്റ് ടൈമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതേപോലെ 5 മണിക്കൂർ ലേറ്റ് ആയിട്ട് ബർഗറും പിന്നെ അടിപൊളി മക്ഡൊണാൾഡ്സിൻ്റെ ഒരു പെപ്സി പിന്നെ ഏതാണ്ട സെറ്റപ്പ് ഇതും. എയർപോർട്ടിലിറങ്ങി ബാഗ് എടുത്ത് വരുന്ന വഴിക്ക് ചെക്കിങ്ങിന് അതിൽ പിടിച്ചിട്ട് ഫോണൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ആകെ പെട്ടിയൊക്കെ ഓപ്പൺ ആക്കി വെച്ചു. അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ് പുറത്തെത്തി. ഇപ്പോൾ ഉമ്മ സാധാരണ ഇവിടെ വന്ന് വെയിറ്റ് ആക്കണതാ. അപ്പം അവരെ കണ്ടില്ല. അപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഇവിടെ ബ്ലോക്കിൽ വിട്ടിടക്കുക, ഒരു 2 മിനിറ്റിൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ 9ഉം അതുപോലെ 8ഉം 9ഉം പില്ലറുണ്ടല്ലോ അതിൽ സെൻട്രലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ വരും. അങ്ങനെ വല്ലാത്തൊരു സംഭവമായിരുന്നു. ഉണ്ടാവും.